സംസ്ഥാനത്ത് അടുത്ത 2 ദിവസത്തിനുള്ളിൽ തുലാവർഷം പൂർണ്ണമായും പിന്മാറാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിനാൽ വരും ദിവസങ്ങളിൽ ചൂട് കൂടാനുള്ള സാധ്യതയുമുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. കാലാവസ്ഥാ നിരീക്ഷകരുടെ പുതിയ മുന്നറിയിപ്പ് പ്രകാരം വയനാട് ജില്ലയിൽ ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ വരുന്ന 5 ദിവസത്തേക്ക് മറ്റെവിടെയും മഴ സാധ്യതയില്ലെന്നാണ് പ്രവചനം. അതേസമയം അടുത്ത 2 ദിവസത്തിനുള്ളിൽ തുലാവർഷം പൂർണ്ണമായും പിന്മാറാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനാൽ വരും ദിവസങ്ങളിൽ ചൂട് കൂടാനുള്ള സാധ്യതയും പ്രവചിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഇന്ന് പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിൽ ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. 1-2 തവണ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട്. മണ്ഡലകാലം കഴിഞ്ഞതോടെ ശബരിമലയിലെ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ തന്നെ കേരളത്തിൽ പകൽ സമയത്ത് അതികഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ചൂട് നേരത്തെയാണ് എത്തിയിട്ടുള്ളത്. ഇത്തവണ പൊതുവെ കാലവർഷവും തുലാവർഷവും കേരളത്തെ തേടിയെത്തിയിട്ടില്ല. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തേതിലും കുറവ് മഴയാണ് ഇക്കൊല്ലം ലഭിച്ചിരിക്കുന്നത്. ഇനി വേനൽ മഴയിലാണ് മലയാളികളുടെ പ്രതീക്ഷ. അതേസമയം 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ കേരളത്തിൽ ആകെ ലഭിച്ചത് 2944.8 മില്ലിമീറ്റർ മഴയാണ്. ഇത് ദീർഘകാല ശരാശരിയായ 2890.6 മില്ലിമീറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം 1% മാത്രമാണ് വ്യത്യാസം. ലഭിച്ച മഴ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല. നേരത്തെ എത്തിയ കാലവർഷം തിമിർത്ത് പെയ്തത് കൂടുതൽ മഴ ലഭിക്കാൻ കാരണമായി. മെയ് അവസാന വാരം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ചില ദിവസങ്ങളിൽ ശരാശരി 80 മുതൽ 100 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഓഗസ്റ്റ് മാസത്തോടെ മഴയുടെ തീവ്രത കുറയുകയും സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ഇടിവിട്ട മഴ തുടരുകയും ചെയ്തിരുന്നു. നവംബർ, ഡിസംബർ കാലയളവിൽ മഴ പൊതുവെ കുറഞ്ഞ നിലയിലായിരുന്നെങ്കിലും ചില ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.